ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ നോ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഓറിയന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്രാമറും അതുപോലെ തന്നെ വൊക്കാബുലറിയും ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിം ഓഫ് അക്കിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആൻസേഴ്സ്? സിനോണിം ഓഫ് അക്കിൻ എന്ന് പറഞ്ഞത് സിമിലർ എന്നിട്ടാണ്. അക്കിൻ സിമിലർ. സിനോണിം ഓഫ് ഡിലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? അസിഡ്യൂറ്റി, ഉത്സാഹം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ അസിഡ്യൂറ്റി, ASSIDUITY. ഇതെല്ലാം PYQ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡിഗ്രി ലെവൽസിന് 20 മാർക്കുണ്ട്. പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് വരുമ്പോൾ 10th ലെവൽ മെയിൻസിന് 10 മാർക്കും ആണ്. സോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകുക. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. അക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ. ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡ്യൂറ്റി. അടുത്തത് ഡിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് എന്നാണ് അർത്ഥം. ഡിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് എന്നാണ് അർത്ഥം. ഡിമൈസ്, എൻഡ്. അടുത്തത് ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ലൈക്ക്, ഇഷ്ടമല്ലാത്ത എന്നാണ്. ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക്. എനിഗ്മ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി എന്നാണ്. എനിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററി എന്നാണ്. പ്ലഷ് എന്ന് പറഞ്ഞാൽ PLUSH, പ്ലഷ് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ളതാണ്. പ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള. ലാബോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാബോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് എന്നാണ് പറയുന്നത്. ലാബോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് എന്നാണ്. ഓവർ സ്ട്രങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആണ്. ഓവർ സ്ട്രങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് എന്നാണ് അർത്ഥം വരുന്നത്. ഡിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എൻഡ്, അവസാനം. ഡിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക്. എനിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററി. എനിഗ്മ, മിസ്റ്ററി. പ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷൂറിയസ്. ലാബോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള. ഓവർ സ്ട്രങ്, സെൻസിറ്റീവ്. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞു പഠിക്കണം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡിമൈസ്, എൻഡ്. ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക്. എനിഗ്മ, മിസ്റ്ററി. പ്ലഷ്, ലക്ഷൂറിയസ്. ലാബോറിയസ്, ഹാർഡ്. ഓവർ സ്ട്രങ്, സെൻസിറ്റീവ് എന്നാണ്. അടുത്ത നമുക്ക് നോക്കാം. ഫോറിൻ വേർഡ്സ് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? ഫോറിൻ വേർഡ്സ് നമ്മൾ ദാറ്റ് ഈസ്, IE എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ, അതിന് എന്ത് പേരിലാണ് പറയുന്നത്? അതായത് IDEST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞതിന്റെ ഫോറിൻ വേർഡ് ആണ്. IDEST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ്. നമ്മൾ ഇങ്ങനെ എഴുതത്തില്ലേ, IE എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ്, IDEST. അപ്പൊ അതായത് ഈ സംഭവത്തിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതണം? IDEST എന്ന് എഴുതണം. ഇനി അടുത്തത് എക്സ്ഗ്രേഷ്യ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഗിവൺ ആസ് എ ഫേവർ ആണ്. എക്സ്ഗ്രേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ആസ് എ ഫേവർ എന്നാണ്. എക്സ്ഗ്രേഷ്യ, ഗിവൺ ആസ് എ ഫേവർ എന്നാണ്. അടുത്തത് ഡീഗ്രേഷ്യ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്? ഡീഗ്രേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ്. ഡീഗ്രേഷ്യ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഡയസ്നോൺ, എ ഡേ on which no legal business can be done. A day on which no legal business can be done ആണ് നമ്മുടെ ഡയസ്നോൺ. അല്ലാതെ നമ്മുടെ അല്ലാത്ത പ്രഖ്യാപിക്കുന്ന ഡയസ്നോൺ ഉണ്ടല്ലോ, ഒരു ദിവസം ഇതില്ലാത്ത. അപ്പൊ എ ഡേ ഓൺ വിച്ച് നോ ലീഗൽ ബിസിനസ് ക്യാൻ ബി ഡൺ എന്നാണ് ഡയസ്നോൺ എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. കോപ്പ് ഡി മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സഡൻ സർപ്രൈസ് അറ്റാക്ക് എന്നാണ്. കോപ്പ് ഡി മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സഡൻ സർപ്രൈസ് അറ്റാക്ക് എന്നാണ്. ഒന്നുകൂടെ പറയാം. IDEST, ദാറ്റ് ഈസ് എന്ന് പറയുമ്പോൾ IDEST എന്ന് പഠിക്കണം. എക്സ്ഗ്രേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ആസ് എ ഫേവർ, നമുക്കൊരു ഔദാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഫേവർ ആയിട്ട് നമുക്ക് തന്നു. ഡീഗ്രേഷ്യ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഡയസ്നോൺ, എ ഡേ ഓൺ വിച്ച് നോ ലീഗൽ ബിസിനസ് ക്യാൻ ബി ഡൺ ആണ് ഡയസ്നോൺ പറയുന്നത്. കോപ്പ് ഡി മെയിൻ എന്ന് പറഞ്ഞാൽ എ സഡൻ സർപ്രൈസ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇനിയും അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, അതായത് വൺ ഹൂ ഡൗട്ട്സ് ദ ഗുഡ് ഇന്റൻഷൻ ഓഫ് അതേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാ? വൺ ഹൂ ഡൗട്ട്സ് ഗുഡ് ഇന്റൻഷൻ ഓഫ് അതേഴ്സ്, സൈനിക് എന്നാണ്. സൈനിക്. വൺ ഹൂ ഡൗട്ട്സ്, അതായത് ഒരു വ്യക്തിയുടെ നല്ല ഇന്റൻഷനെ ഡൗട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പറയുന്ന പേരാണ് സൈനിക്. സൈനിക്, CYNIC. A person who is too ready to believe.
ക്രെഡുലസ് എന്നാണ്. എ പേഴ്സൺ ഹു ഈസ് ടു റെഡി ടു ബിലീവ്, വിശ്വസിക്കാൻ ഭയങ്കര റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ക്രെഡുലസ് എന്നാണ് പറയുന്നത്. CREDULOUS, ക്രെഡുലസ്. എഴുതി പഠിക്കണം. നമുക്ക് കാണുമ്പോൾ ഇത് അറിയാവുന്ന തോന്നും, പക്ഷെ എഴുതാൻ നേരം കറക്റ്റ് ആയിട്ട് എഴുതാനും പറ്റത്തില്ല. ക്രെഡുലസ്. എ പ്ലാന്റ് വിച്ച് ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്, ഫ്രൂട്ട് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് വിച്ച് ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്. അകാർപ്പസ്, അകാർപ്പസ്, ACARPOUS, അകാർപ്പസ് എന്നാണ് പറയുന്നത്. ACARPOUS. ടു പുട്ട് ആൻ എൻഡ് ടു സംതിങ്, അനിഹിലേറ്റ് എന്ന് പറയും. എന്താണ് അനിഹിലേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താണ് അനിഹിലേറ്റ് എന്ന് പറയുന്ന സംഭവം? എന്താണ്? ടു പുട്ട് ആൻ എൻഡ് ടു സംതിങ് ആണ് അനിഹിലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അനിഹിലേറ്റ്, ടു പുട്ട് ആൻ എൻഡ് ടു സംതിങ് ആണ്. നമ്മൾ മുമ്പേ ഒരു എൻഡിന് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിമൈസ് എന്ന് പറഞ്ഞത്. എന്താണ് ഡിമൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എൻഡ്. അപ്പൊ അതുപോലെ ഇവിടെ ഒരു വൺ വേർഡ് ആണ് ടു പുട്ട് ആൻ എൻഡ് ടു സംതിങ്, അനിഹിലേറ്റ് എന്ന് പറയുന്ന വേർഡ് പഠിച്ചു വെച്ചേക്കണം. ഇനി ലിറ്റററി വർക്ക്സ് ഡിറൈവ്ഡ് ഫ്രം ഇമാജിനേഷൻ ആണെങ്കിൽ ഫിക്ഷൻ എന്ന് പറയും. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. വൺ ഹു ഡൗട്ട്സ് ദ ഗുഡ് ഇന്റൻഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ നല്ല ഇന്റൻഷനെ ഡൗട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് സൈനിക് എന്നാണ് പറഞ്ഞത്. എന്താണ് സൈനിക്? എ പേഴ്സൺ ഹു ഈസ് ടു റെഡി ടു ബിലീവ് ആണെങ്കിൽ ക്രെഡുലസ് ആണ്. എ പേഴ്സൺ ഹു ഈസ് ടു റെഡി ടു ബിലീവ്, ക്രെഡുലസ്. എ പ്ലാന്റ് വിച്ച് ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്, അകാർപ്പസ്. ടു പുട്ട് ആൻ എൻഡ് ടു സംതിങ്, അനിഹിലേറ്റ്. ലിറ്റററി വർക്ക്സ് ഡിറൈവ്ഡ് ഫ്രം ഇമാജിനേഷൻ, ഫിക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ആൻസർ എന്തായിട്ട് വരും? ജെന്റിൽ ഫാമിലി എന്നാണ് പറഞ്ഞത്. എന്താണ്? ഹി ബിലോങ്സ് ടു ജെന്റിൽ, GENTEL, WL വേണം. ജെന്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകരുത്. സെക്കൻഡ് ഓപ്ഷൻ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജെന്റിൽ, GENTEL. ഹി ബിലോങ്സ് ടു എ ജെന്റിൽ ഫാമിലി. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ്. ജുഡീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് എന്നാണ്. എന്താണ് ജുഡീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിട്ട് പറയണം? വൈസ് ആണ്. ജുഡീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ്. ജുഡീഷ്യൽ ആണെങ്കിൽ എന്ത് പറയണം? ലീഗൽ ആണ്. ജുഡീഷ്യസ് ബുദ്ധി ഉള്ള, വൈസ് ആയിട്ടുള്ള. ഇനി ജുഡീഷ്യൽ ലീഗൽ. ഇനി ഇല്ലിസിറ്റ് ആണെങ്കിൽ എന്ത് പറയണം? ഇല്ലീഗൽ. ജുഡീഷ്യൽ ലീഗലും ഇല്ലിസിറ്റ് എന്തും പറയണം? ഇല്ലീഗലും ആണ്. ഇനി നമ്മൾ ഡോസ് എന്ന് പറഞ്ഞാൽ DOZE ആണ് എങ്കിൽ എന്ത് പറയണം? ഷോർട്ട് സ്ലീപ്പിന് പറയുന്ന പേരാണ് DOZE, എ ഷോർട്ട് സ്ലീപ്പ്. ഇനി DOSE ആണെങ്കിൽ എന്ത് പറയണം? ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ ആണ്. ഡോസ്, DOSE, ഡോസ്. എന്താണ്? നമ്മൾ കുറച്ച് ഇടവേളകളിൽ ഒരു കൃത്യ ഡോസ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ? അതാണ് ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ ഗിവൺ അറ്റ് ഇന്റർവെൽ ഓഫ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതാണ് ഡോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ഡോസ് മരുന്ന് അങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പൊ അതാണ്. പക്ഷെ ZE ആണെങ്കിൽ എന്ത് പറയണം? ഒരു ചെറിയ ഉറക്കം എന്നുള്ളത്. എ ഡോസ് എന്ന് പറഞ്ഞ്, എ ഡോസ് എന്താണ്? ഷോർട്ട് സ്ലീപ്പ്. ജുഡീഷ്യസ്, വൈസ്. ജുഡീഷ്യൽ, ലീഗൽ. ഡോസ് എന്താണ്? എ ഷോർട്ട് സ്ലീപ്പ് ആണ്. ഇനി അടുത്ത സംഭവം എന്താണ്? ക്യാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മിലിറ്ററി ടാങ്ക് ആണ്. ക്യാനോൺ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ടാങ്ക് ആണ്. CANON ആണെങ്കിൽ എന്ത് പറയും? ഒരു ജനറൽ റൂളിനാണ് ക്യാനോൺ എന്ന് പറഞ്ഞത്. CANON ആണെങ്കിൽ ഒരു എന്നെ ഉള്ളൂ എങ്കിൽ ജനറൽ റൂൾ എന്ന് പഠിച്ചു നോക്കണം. ജനറൽ റൂൾ ആണ്. ക്യാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിലിറ്ററി ടാങ്ക് ആണ്. മിലിറ്ററി ടാങ്ക്. CANNON ആണെങ്കിൽ മിലിറ്ററി ടാങ്ക്. ക്യാനോൺ ആണെങ്കിൽ ജനറൽ റൂള്. എലിസിറ്റ് ആണെങ്കിൽ ടു ഗെറ്റ് ഓർ പ്രൊഡ്യൂസ് സംതിങ് ആണ് എലിസിറ്റ്. എലിസിറ്റിന്റെ സ്പെല്ലിംഗ് എന്തുവാ? ELICIT. എലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് ഓർ പ്രൊഡ്യൂസ് സംതിങ് ആണ് എലിസിറ്റ് എന്ന് പറയുന്നത്. ഇലിസിറ്റ് ആണെങ്കിൽ എന്ത് പറയണം? ഇല്ലീഗൽ ആണ്. ഇലിസിറ്റ് ആണെങ്കിൽ ഇല്ലീഗൽ ആണ്. അപ്പൊ ജുഡീഷ്യസ്, വൈസ്. ജുഡീഷ്യൽ, ലീഗൽ. ഡോസ്, എ ഷോർട്ട് സ്ലീപ്പർ. ഡോസ്, ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ. ക്യാനോൺ, എ മിലിറ്ററി ടാങ്ക്. ക്യാനോൺ, എ ജനറൽ റൂള്. സ്പെല്ലിങ്ങിനകത്തെ ആ ഒരു അക്ഷരം മാറുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ എലിസിറ്റ് ടു ഗെറ്റ് ഓർ പ്രൊഡ്യൂസ് സംതിങ് ആണ്. ഇലിസിറ്റ് ആണെങ്കിൽ എന്താണ്? ഇല്ലീഗൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഒക്കെ ഇംഗ്ലീഷും മലയാളത്തിന്റെയും വേണമെങ്കിൽ ജസ്റ്റ് 399 rupees ആണ്. 3 months'താണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അതിന്റെ എല്ലാം റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഓരോ 3 months കൂടുമ്പോൾ നമ്മൾ പുതുതായിട്ടും കോഴ്സും റൺ ചെയ്യും. അപ്പം ഈ ഒരു 3 months കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 399 പേ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയുടെ നമ്പറൊക്കെ തരുന്നതാണ്. അപ്പം
ഡിഗ്രി മെയിൻസും പ്രിലിംസിന്റെ ഫോക്കസ് ഏരിയയും നമ്മൾക്ക് അവൈലബിൾ ആണ്. 10th മെയിൻസിന്റെ ഫോക്കസ് ഏരിയയും അവൈലബിൾ ആണ്. അപ്പം ഈ ഡിഗ്രി മെയിൻസിന്റെയും പ്രിലിംസിന്റെയും ജോയിൻ ചെയ്യുമ്പം ഇംഗ്ലീഷ് മലയാളം എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, 10th മെയിൻസിനകത്ത് ഫോക്കസ് ഏരിയ മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഇംഗ്ലീഷ് മലയാളം സെപ്പറേറ്റ് വേണമെങ്കിൽ വാങ്ങിക്കേണ്ടതാണ്. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.